നാളെ നിങ്ങൾ പത്രക്കാർക്കും ചാനലുകാർക്കും വേണ്ടി ഒരു വാർത്താ സമ്മേളനം സംഘടിപ്പിക്കാം. സോമസാറെ ആ ന്യൂസ് ചാനലിൽ വെച്ചേ. എന്താടോ ചാനലിൽ എത്ര വലിയ വിശേഷമുണ്ട് വെക്കേ. അതൊന്ന് വെച്ചു കൊടുത്തോടോ. നോക്ക് സാറേ, നാട്ടുകാരെ മോഹൻലാലിനെ കൊണ്ടുവരാൻ നേരിട്ട് കോട്ടയം കുഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കുകയല്ല. ആരുടെ ചാവടീന്ദ്രാണെന്നും പറഞ്ഞെങ്കിലും വിളിച്ചു വരുത്താവനാ. ഞാൻ ആരുടെ മറുപടി പറയണ്ടത്? അതെന്റെ മനസ്സിൽ എന്താ തോന്നുന്നു തന്നോ. എന്താ നിന്റെ പ്ലാൻ? എടാ ചോദിച്ചത് കേട്ടില്ലേ? പ്ലാൻ ഇതിപ്പോ ഈ WCC അമ്മ എന്നൊക്കെ ഉള്ളൊരു വിഷയം വിടും. മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ. വിട്ട് കള വർക്കിച്ച ചീള് കേസുകള് മാണിക്യത്തിരുന്ന് ചീള് കേസാ. പക്ഷെ വർക്കിച്ചിരുന്നൊരു തോൽവിയാ. നമുക്ക് ആരോടും ഒരാളോടും ഒരു എതിരില്ല. ഇതിൽ അഭിനയിക്കുന്നത് വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ടും കെട്ടിയെടുത്ത് എന്തിനാണെന്ന് ആദ്യം പറ. ഇത് ഈ അമ്മ മാത്രമല്ല, ഇതിന് ഒരുപാട് സംഘടനകളില്ലേ, അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ. വിടില്ല ഞാൻ പറയണ്ട, വിടില്ല ഞാൻ. അല്ല, അങ്ങനെ റിപ്പോർട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവില്ല. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ 2 മാസം. അതിനുള്ളിൽ നമുക്കിതറിയാം. തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ അല്ലേ? ഞാനത് പറയാൻ എന്തോ ഒളിച്ചു വെക്കുന്ന പോലെ. അപ്പൊ നിങ്ങൾ സഹകരിക്കൂ പ്ലീസ്. എനിക്ക് ബിബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകാനുള്ളത്. സ്വാമിയെ നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ? അത് എന്റെ സുഹൃത്തെ, ഞാൻ അതിന്റെ ഇപ്പൊ പറഞ്ഞു. നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചൂറ. ഡാടാ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. ശരി, വളരെ എനിക്ക് ബേബി ജോൺ സാർ ഒരു മിനിറ്റ് ബേബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ്. എടാ വർക്കി, എനിക്കെന്തോ കഷ്ടകാലം വരാൻ പോവുക. എന്റെ മനസ്സ് പറയുന്നതാ. ആ ശബ്ദം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. I tried.